ഇവർ മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തവരാണെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. നിങ്ങൾ ആലോചിക്ക്, ഏറ്റവും വലിയ പുണ്യകർമ്മമല്ലേ മരിച്ചവർക്ക് വേണ്ടിയുള്ള നിസ്കാരം? അതല്ലേ ജനാസ നിസ്കാരം? എന്നാൽ ഈ പുരപ്പുറത്ത് കയറിയിട്ട് മുജാഹിദുകൾക്ക് എതിര് പറയുന്ന മുസ്ലിയാക്കളൊക്കെ എന്താ സമൂഹത്തോട് പറയാറുള്ളത്? മരിച്ചാൽ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല പോലും. നിങ്ങൾ ആലോചിക്കണം, ഞാൻ പുറത്തു നിന്നുള്ള മുസ്ലിയാക്കളെ അല്ല ഇവിടെ കൊണ്ടുവരുന്നത് മുഴുവനും, നിങ്ങൾക്ക് പരിചയമുള്ള മുസ്ലിയാക്കളെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. അവർ പറയുന്നത് എന്താ? പെണ്ണുങ്ങളെ നിങ്ങൾ നിസ്കരിക്കണ്ട, നിങ്ങൾക്ക് നിസ്കരിക്കാൻ പാടില്ല, അത് ശറയിലില്ലാത്തത് കൂട്ടലാണ്. അതുകൊണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആൾക്കാരോട്, ഈ നാട്ടിൽ ആരും അങ്ങനെ നിസ്കരിക്കണോരില്ലല്ലോ, അൽഹംദുലില്ലാഹ് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്, വലിയ മഹാപാപം ചെയ്യുന്നത് പോലെ. ഉമ്മമാരെ, നിങ്ങളുടെ പൊന്നുപ്പ മരണപ്പെട്ടാൽ, നിങ്ങളുടെ പൊന്നുമ്മ മരിച്ചു കിടക്കുമ്പോൾ കഫൻ ചെയ്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് എടുക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് അവസാനമായി എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് പുറത്തു കൊടുക്കണേ, എൻ്റെ പൊന്നാങ്ങളക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ പൊന്നുമോന് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ നിങ്ങൾക്ക് പാടില്ല. അത് മതത്തിൽ കൂട്ടിച്ചേർക്കലാണെന്ന് പ്രസംഗിച്ച മുസ്ലിയാരെ നിങ്ങളൊന്ന് കണ്ടോളൂ, അയാളുടെ സംസാരവും നിങ്ങളൊന്ന് കേട്ടോളൂ. നമ്മുടെ മയ്യത്തിനൊക്കെ വെച്ചിട്ട് അല്ലാഹുമ്മ ഗഫിർ ലഹു, അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ. മൂന്നാമത്തെ തക്ബീറായിട്ട് മയ്യത്ത് നിസ്കരിക്കുമ്പോൾ അങ്ങനെയല്ലേ? സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരം ഇല്ല, അത് ശ്രദ്ധിക്കണം. ഇന്ന് സമൂഹത്തിൽ പടർന്നു വന്നിരിക്കുകയാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇസ്ലാമിൽ അടിസ്ഥാനമില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സാന്ദർഭികമായി ഞാൻ വീണ്ടും ഉണർത്തുന്നു, സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരം ഇല്ലാത്തതാണ്. അത് നമ്മുടെ സമുദായത്തിൽ ഇപ്പൊ ഇങ്ങനെ കടന്നു വന്നു കൂടിയിട്ടുണ്ട്. പക്ഷെ അതവിടെ മയ്യത്ത് അങ്ങ് കരിക്കണം, ഫാത്തിഹ വിളിക്കല്ലേ മയ്യത്ത് കരിക്കണം, ഒന്നുമില്ല, കീഴ്വായി വിട്ടിട്ട് ഇരിക്കുക. അല്ലാഹു അക്ബർ. ചില ആളുകൾ പരതായിട്ടോണ്ട് ഇറങ്ങിയിട്ടുണ്ടാകും രംഗപ്രവേശനം. അവര് കൈകെട്ടുമ്പോൾ അതിന്റെ കൂട്ടത്തി തോള് വരെ കാണിച്ചുകൊണ്ട് ചില താത്താമാരും കൂടെ എന്നിട്ട് കൈകെട്ടുക. അവരുടെ ഔറത്ത് പോലും മറച്ചിട്ടില്ല, ചുരിദാറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. സുജൂതി അങ്ങോട്ട് സുജൂതി ചെയ്യാൻ പോവാ. സുജൂത് അതിനകത്തില്ലല്ലോ, എന്നാലും എങ്ങോട്ടെങ്കിലും പോയേക്കാം. നിസ്കരിക്കുന്ന അങ്ങോട്ട് കാണിക്കുകയാണ്, ഞങ്ങളൊക്കെ നിസ്കാരക്കാരാണ്, ഒരു സംഭവമാണെന്ന് കാണിക്കുക. സത്യത്തിൽ അവരറിയുന്നില്ല, സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരം ശറ അനുവദിച്ചിട്ടില്ല. ആവശ്യമില്ലാത്ത സുബൈ പോയി കരിക്കുങ്ങൾ. രാവിലെ സുബൈ കരിച്ചിട്ടുണ്ടോ? സുബൈ നമസ്കാരം നിർവഹിക്കാതെ, ദുഹർ നമസ്കരിക്കാതെ, അസർ നമസ്കരിക്കാതെ, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരങ്ങളും അതിനു മുമ്പും ശേഷവും ഉള്ളതാകുന്ന റവാത്തിബാകുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാതെ എന്തിന് നിങ്ങൾ ദീനിൽ കൂട്ടിക്കൊണ്ടുവരണം? നിങ്ങൾ എന്തിനാ കൂട്ടുന്നത്? ആവശ്യമില്ലാതെ. ദീൻ ഇവിടെ പൂർണ്ണമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അതല്ലേ ഹജ്ജത്തുൽ വദായിൽ വെച്ചുകൊണ്ട് ആദരവായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി വെച്ചത് അതല്ലേ? നബി തങ്ങൾ ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ആ പരിശുദ്ധ പ്രവാചകൻ അവിടെ വെച്ചുകൊണ്ട് ഓതിക്കൊടുക്കുകയാണ്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇതാ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ആ ദീനിലേക്ക് ആവശ്യമില്ലാത്ത ഒന്നും കൂട്ടണ്ട. നിങ്ങളുടെ നിസ്കാരം ഒന്നും ഇവിടെ നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഖുർആൻ ഓതിക്കോ, ദിക്ർ ചൊല്ലിക്കോ, എന്നിട്ട് ആ മയ്യത്തിന് വേണ്ടി ഹദിയ ചെയ്യും. നിങ്ങൾക്ക് പറ്റുന്ന ജോലി ചെയ്യും. ഇവിടെ അങ്ങനെ നോക്കണം നിങ്ങൾ. എന്താ ഇപ്പം അയാൾ പറയണത്? ഒച്ചട്ട് പറഞ്ഞത് എന്താ? അയാൾ ആയത്തോതിയിട്ടാ തെളിവ് പറയണത്. ഇത് ബിദഅത്താണ്, നിങ്ങൾ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കരുത്. എന്തൊക്കെയാണ് ഇപ്പോൾ ആ പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞത്? കീവായി വിട്ട് ഇരിക്കുകയാണ്, ഒന്നുമില്ല, എന്നിട്ട് പോയിട്ട് ഇങ്ങനെ കയ്യെട്ടും. സുജൂദ് എന്ന് മൂപ്പര് അബദ്ധത്തിൽ മൂപ്പര് സുജൂദ് എന്ന് പറയുന്നുണ്ട്, അതും പെണ്ണുങ്ങളെ പേരിൽ വെച്ചിട്ടുണ്ട്. മയ്യത്ത് നിസ്കാരത്തിൽ സുജൂദില്ലല്ലോ, എന്നാലോചിച്ച് നോക്കണം. അങ്ങനെ പല കോപ്രായങ്ങളും കാട്ടിയിട്ട് ഈ നാട്ടുകാരോട് സംസാരിച്ച കുമ്മനം അസ്ഹരി, നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ബുഖാരി ഓതിയണോ? നിങ്ങൾ മുസ്ലിം ഓതിയണോ? നിങ്ങൾ ഹദീസിൻ്റെ കിതാബ് കണ്ടുകണോ? വായിച്ചിട്ടുണ്ടോ? എന്നാൽ ഞങ്ങളുടെ നേതാവായ, അതേ ഞങ്ങളുടെ മുത്ത മുസ്തഫയുടെ പ്രിയപ്പെട്ട പത്നി, ഞങ്ങളുടെ പൊന്നുമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, അവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം കേട്ടോ. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാര് ആളെ പറഞ്ഞേക്കുകയാണ്, ആ ജനാസ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തേക്ക് പള്ളിയിലേക്ക് കൊണ്ടുവരണേ.
അങ്ങനെ സഹാബിമാര് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ പള്ളിയിൽ കൊണ്ടുവരുന്നു. നമ്മുടെ ഉമ്മമാരതാ സഅദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്നു. ഓ അസ്ഹരി, കുമ്മനം അസ്ഹരി, നിങ്ങൾ എവിടുന്നാ ദീന് പഠിച്ചത്? ഇത് ഈ സമൂഹത്തോട് നിങ്ങൾ ഇന്ന് വരെ തിരുത്തിയതായി ഞാൻ കേട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തണം. എന്നിട്ട് സ്ത്രീകൾക്ക് അവരുടെ ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, മോന് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി അങ്ങനെ ഒരു പുണ്യകർമ്മം നിർവഹിക്കാൻ പാടില്ലെന്നും അത് ശറയിൽ കൂട്ടലാണെന്നും അള്ളാന്റെ സൂറത്തുൽ മാഇദയിലെ ആയത്തിനെതിരാണെന്നുമൊക്കെ നിങ്ങൾ പറയുമ്പോൾ എത്ര ഗൗരവമാണ് നിങ്ങൾ ഈ സമൂഹത്തോട് പറയുന്നത്?